വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു. അഞ്ജലി നീലിമയുടെ രണ്ടാനമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി. ചേച്ചി ഒരു ഡ്രിങ്ക്സ് എടുക്കട്ടെ? വേണ്ട, എന്നാലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആയാലോ? ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ നീലിമയെ അവളെപ്പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരുത്തന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു. തങ്ങളെക്കാൾ വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണായിരിക്കും ശത്രു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാ സന്തോഷത്തോടെ പോവുകയായിരുന്ന എന്റെ ആദിയുടെയും ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല.